പറഞ്ഞാല് നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബിടെക് സ്പോട്ട് അഡ്മിഷന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 14th ഓഗസ്റ്റിന് ആയിരിക്കും GC തൃശ്ശൂരിൽ ഗവൺമെന്റ് കോളേജസിന്റെ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് 9 ഗവൺമെന്റ് കോളേജും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിനുമായിരിക്കും ഇവിടെ കോളേജസ് അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പം പ്രീവിയസ്ലി CET-യിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് താൽക്കാലികമായിട്ട് അവർ വേണ്ടാന്ന് വെച്ചു. കാരണം ദൂരെയുള്ളവർക്കും എല്ലാവർക്കും വരാൻ ഏറ്റവും നല്ല സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. കാരണം രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ് ട്രിവാൻഡ്രക്കാർക്കും കാസർഗോഡുകാർക്കും. സോ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്. അപ്പം മറക്കാതെ തന്നെ നിങ്ങൾ പോണം. നിങ്ങൾക്ക് ആക്ച്വലി ഒരു ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിലും ഐ പ്രിഫർ നിങ്ങൾ പോണം. കാരണം അവിടം വരെ പോയാൽ പോരെ. മീൻസ് ദൂരെ ഉള്ളവർക്ക് എനിക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ ആ ഒരു ചാൻസ് ഒരിക്കലും കളയരുത്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോവുക എന്നിട്ട് 12 മണിക്കുള്ളിൽ, 12 മണി അല്ലെങ്കിൽ ഒരു 11 മണിക്കുള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ എല്ലാവരും പോവാൻ. അപ്പം ദൂരെ നിന്നുള്ളവർ വെളുപ്പിനെയൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾ കിട്ടുന്ന അവസരം യൂസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ ഇത് DT എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ ആക്ച്വലി അവരതിനെ നോട്ടിഫിക്കേഷൻ പോലെ വിടുന്നുണ്ട് അധ്യയന വർഷത്തെ. പക്ഷെ നമ്മുടെ CE കേരള ഇതില് വന്നിട്ടില്ല. ഇതിൽ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കിയപ്പോഴായിരുന്നു, ഇതൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 14th തൃശ്ശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തപ്പെടും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക് മറക്കാതെ തന്നെ നിങ്ങൾ ആക്ച്വലി ആ സ്പോട്ട് അലോട്ട്മെന്റ് യൂസ്. സോ ഇത് കോളേജ് ഹോസ്റ്റിൻ്റെ വാട്സപ്പ് ബോട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് എന്നുള്ള ഒരു PDF ആയിട്ട് കൊടുക്കും. സോ ഇത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക, മാക്സിമം ഒന്ന് നോക്കുക. പിന്നെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്തേക്കാം. ചെയ്യുക. പിന്നെ അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യം പറഞ്ഞാൽ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടേ പോകാവുള്ളൂ. എന്നിട്ട് അവരൊരു ഷെഡ്യൂളും അയച്ചിട്ടുണ്ട്. അതായത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 13 ഓഗസ്റ്റിനാണ്. ഇവിടെ 1 തൊട്ട് 5000 വരെ ഉള്ളവർ ഈ റാങ്ക്, 5000 തൊട്ട് 10000 വരെ ഉള്ളവർ ഈ റാങ്ക്, 10000 തൊട്ട് 20000 വരെ ഉള്ളവർ ഈ റാങ്ക്, 20000 കൂടുതലുള്ളവർ 130 പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിന്റെ പ്രോബബിലിറ്റി എനിക്ക് ഐ തിങ്ക് കുറച്ചാണ് തോന്നുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്കിപ്പം അങ്ങനെ ഒരു അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും യൂട്ടിലൈസ് ചെയ്തോളൂ. ബട്ട് ലൈക്ക് കീമിന്റെ അലോട്ട്മെന്റ് ആയിരിക്കും കുറച്ചുകൂടി കിട്ടാൻ സാധ്യത. കാരണം കുറെ കോളേജസ് ഉണ്ട്, കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് പോകണം, ഏതൊക്കെ കോളേജിൽ വേണം ഞാൻ നിൽക്കാൻ എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പോകണം. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ആയിരിക്കും കരുതേണ്ടത്. കാരണം പ്രീവിയസ്ലി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും അവിടെ ആയിരിക്കും. അപ്പൊ അലോട്ട്മെന്റ് മെമ്മോയും നിങ്ങളുടെ ആധാറോ അങ്ങനെ എന്തെങ്കിലും ID കാർഡ്സും കൂടി കരുത്തിക്കോളും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. സോ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. GC തൃശ്ശൂരിലാണ് നടക്കുന്നത്. പിന്നെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റിന്റെ ഇത്രയും ഗവൺമെന്റ് കോളേജസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് ഗവൺമെന്റ് കോളേജിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ മെയിൻ ആയിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ MECയുടെ ആണെങ്കിൽ നാളെ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ടിക്കറ്റ് എടുക്കണമെങ്കിൽ എടുക്കുക. അപ്പൊ അവിടെ പോകണമെങ്കിൽ അവിടെ പോയിട്ട് ചിലപ്പോൾ അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്തായാലും നമ്മൾ കൊടുത്തെന്ന് അറിയാം. എനിവേസ് നിങ്ങൾ ഗവൺമെന്റിന്റെ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. സോ താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.